എല്ലാവർക്കും വിസ്മയകരമായ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഈ ജനുവരി 3 അച്ഛൻ മരിച്ചിട്ട് 26 വർഷമാകുന്നു. അച്ഛനായിരുന്നു എനിക്കെല്ലാം. കുഞ്ഞുനാളിൽ എൻ്റെ തലച്ചോറിൽ ഇന്ദ്രജാലത്തിൻ്റെ വിത്ത് പാകിയത് അച്ഛനായിരുന്നു. അതിനെ പരിപാലിച്ച് വളർത്തിയതും മരമാക്കിയതും ഒക്കെ അച്ഛൻ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ പഴങ്ങൾ രുചിച്ചു പോലും നോക്കാൻ നിൽക്കാതെ അച്ഛൻ പോയി. അന്നു മുതൽ ഇന്നുവരെ ഒരൊറ്റ വേദിയിലും അച്ഛനെക്കുറിച്ച് പറയാതെ ഞാൻ ഷോ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ, എൻ്റെ പറച്ചിലുകൾ കേൾക്കാൻ അച്ഛൻ അരികിലില്ലല്ലോ. ഒരുപക്ഷെ നമ്മളെല്ലാം അങ്ങനെയാണ്. അരികിലുണ്ടാവുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അറിഞ്ഞുകൂടാത്തവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവർ എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴേ നമ്മിലെ ഇഷ്ടം ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പോലും തിരിച്ചറിയൂ. പക്ഷേ അത് അനുഭവിച്ചറിയുവാൻ അവർ അരികിലുണ്ടാവില്ലെന്ന് മാത്രം. കുടുംബകലഹം കൊണ്ട് വിഷണ്ണയായി ആത്മഹത്യ ചെയ്ത ഒരു ഭാര്യയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനമായിരുന്നു കലഹത്തിൻ്റെ കാരണം. ഭാര്യ മരിച്ചതോടെ അയാൾ മദ്യപാനം നിർത്തി. പശ്ചാത്താപത്താൽ അയാൾക്ക് ഭാര്യയോടുള്ള സ്നേഹം 1000 ഇരട്ടിയായി ഉയർന്നു. അവളെ അടക്കിയ കല്ലറയിൽ ഓരോ പ്രഭാതത്തിലും അയാൾ പൂക്കൾ വർഷിച്ചു. മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് മാപ്പിരന്നു, ചുംബിച്ചു. ഒരു ദിവസം കല്ലറയ്ക്കുള്ളിൽ നിന്നും അവളുടെ ശബ്ദം അയാൾ കേട്ടു. എൻ്റെ ഏട്ടാ, ഇതിൻ്റെ 100% സ്നേഹം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഇനിയും എനിക്ക് ഏട്ടൻ്റെ അരികിലേക്ക് തിരിച്ചു വരാൻ ആകില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ജീവിച്ചിരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഒരു കുപ്പായം പോലും മാതാപിതാക്കൾക്ക് വാങ്ങിക്കൊടുക്കാത്ത മക്കൾ അവരുടെ മരണശേഷം ലക്ഷങ്ങൾ മുടക്കി ശവക്കല്ലറ പണിതതുകൊണ്ട് എന്ത് ഫലമാണ് ഉള്ളത്? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ ആദരിക്കാത്ത മക്കൾ അവരുടെ മരണശേഷം വലിയ ഫോട്ടോ വരപ്പിച്ച് അതിൽ ചന്ദനമാല ചാർത്തിയിട്ട് എന്ത് നേട്ടമാണ് ഉള്ളത്? ജീവിച്ചിരിക്കുമ്പോൾ പുണ്യസ്ഥലങ്ങളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേണപേക്ഷിക്കുന്ന മാതാപിതാക്കളോട് തിരക്ക് മൂലം നേരമില്ല എന്ന് പറഞ്ഞൊഴിയുന്ന അതേ മക്കൾ അവരുടെ മരണശേഷം ചിതാഭസ്മവുമായി പുണ്യസ്ഥലങ്ങളിൽ പോയി ബലിയിട്ടതുകൊണ്ട് എന്ത് പുണ്യമാണ് കിട്ടാൻ പോകുന്നത്? സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. സ്നേഹം വിളിച്ചു പറയുവാനുള്ളതാണ്. മനുഷ്യൻ എന്തിലേക്കാണോ നോക്കുന്നത് അതിലൂടെ അവൻ നിറയപ്പെടുന്നു. ഇതൊരു ശാസ്ത്ര സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. സ്നേഹത്തിലേക്കാണെങ്കിൽ ഉള്ളിൽ സ്നേഹം നിറയുന്നു, പകയിലേക്കാണെങ്കിൽ പക നിറയുന്നു. ഒരു സാങ്കല്പിക കഥയുണ്ട്. ഒരു കൊച്ചുകുട്ടി ആദ്യമായി തൻ്റെ ഗ്രാമത്തിനടുത്തുള്ള വനത്തിലേക്ക് പോയി. അവിടെ അവൻ ഒറ്റയ്ക്കായിരുന്നു. വനത്തിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരാണ് നീ? വനത്തിനുള്ളിൽ നിന്ന് അതേ ചോദ്യം ആവർത്തിക്കപ്പെട്ടു, ആരാണ് നീ? അവന് ദേഷ്യം വന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഒന്ന് പോടോ അവിടുന്ന്. അതും അതേ രീതിയിൽ ആവർത്തിക്കപ്പെട്ടു. അതോടെ അവൻ ഭയപ്പെട്ട് വീട്ടിലേക്ക് ഓടി. കിതച്ചുകൊണ്ട് അവൻ അമ്മയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, കുട്ടാ, ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ ഇന്ദ്രജാലമാണ്. നീ എന്തു കൊടുക്കുന്നുവോ അത് നിനക്ക് തിരിച്ചു കിട്ടും. ഓടിച്ചെന്ന് നീ വിളിച്ചു പറയൂ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. അവൻ വീണ്ടും അവിടെ ചെന്ന് ഉറച്ചു പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതിൻ്റെ പ്രതിധ്വനി പ്രപഞ്ചം മുഴുവൻ മുഴങ്ങി. ഇതാകട്ടെ പുതുവർഷത്തിൻ്റെ സന്ദേശം. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കുടുംബത്തെ, കുട്ടികളെ നമുക്ക് മറന്ന് സ്നേഹിക്കാം. നമുക്ക് ആകാശത്തേക്ക് പൂക്കൾ മാത്രം എറിഞ്ഞു ശീലിക്കാം. ആ പൂക്കൾ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്.